നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തും ഇന്ത്യ സന്ദർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഷെയ്ഖും മോദിയുമായി നല്ല രീതിയിൽ സംസാരിച്ച് കുറച്ച് വികസനങ്ങളൊക്കെ ചർച്ച ചെയ്ത് കരാറുകൾ ഒപ്പിട്ട് സന്തോഷവാനായി ഷെയ്ഖ് തിരിച്ചും പോയി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ മോദിയും ഒട്ടു നിൽക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തു. എന്നാൽ ഈ പടം കണ്ട് കുരുവെട്ടി ഷെയ്ഖിന്റെ കമന്റ് ബോക്സിൽ പോയി നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന കുറെ സുഡാപ്പി കൂട്ടങ്ങളുണ്ട്. എന്തിനു പറയുന്നു, മോദിയുമൊത്ത് ചിത്രം പങ്കിട്ടതിന് ഷെയ്ഖിനെ പോലും ചീത്ത വിളിക്കുകയാണ് തീവ്ര സുഡാപ്പികൾ. എന്തോ നാടേ ഇത്, പാവ ഷെയ്ഖ് ഒന്നും അല്ലെങ്കിൽ ഒരു കിരീടാവകാശിയല്ലേ? ഈ വസ്ത്രം ഊരി വെക്കണം, നിങ്ങൾ മുസ്ലിം അല്ല, യഥാർത്ഥ മുസ്ലിങ്ങൾ ഇങ്ങനെയല്ല, നരാധമനായ മോദിയുമായി ചിത്രം പങ്കിട്ടിരിക്കുന്നു. അങ്ങനെ ഷെയ്ഖിന്റെ കമന്റ് ബോക്സിൽ മൊത്തം തെറിവിളികളാണ്. കൂടാതെ മോദിക്കുമുണ്ട് തെറിയഭിഷേകം. മോദി മുസ്ലിങ്ങളെ എന്തോ ചെയ്തേക്കുവാണെന്നും ആ നരാധമനെ കാണാൻ പോയി എന്നൊക്കെ തക്കവണ്ണമുള്ള കമന്റുകളാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് സുഡാപ്പികളുടെ കാര്യം. മുസ്ലിങ്ങൾക്ക് വേണ്ടി മോദി എന്താ ചെയ്തു കൊടുക്കാത്തത്? മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദിയാണ് പ്രതിജ്ഞ എടുത്തത്. 3 പ്രാവശ്യം തലാഖ് ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന രീതി നിർത്തലാക്കിയതാണോ നിങ്ങൾ പറയുന്ന ക്രൂരത? മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് കൈത്താങ്ങായതാണോ നിങ്ങൾ പറയുന്ന പ്രശ്നം? ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് നിയമമാക്കി. യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. കട്ടുമുഴിച്ചവർക്കാണ് പ്രശ്നമത്രേ. അന്യന്റെ സ്വത്ത് കൈവശപ്പെടുത്താൻ എന്തൊരു ആക്രാന്തം! ആഹാ, ഇതെല്ലാം ചെയ്തിട്ടും ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ സമുദായത്തിന് എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടും മോദി നരാധമൻ. ഈ ഒരു കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. അറബ് രാജ്യത്തെ ഷെയ്ഖിനില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടത്തെ സുഡാപ്പികൾക്കുള്ളത്. എന്തായാലും മോദിയെ കാരണം ഷെയ്ഖിനെ പോലും തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത സുഡാപ്പി കൂട്ടങ്ങളെയാണ് ഇപ്പോൾ കാണുന്നത്. മോദി ചെയ്യുന്ന വികസനങ്ങൾ കാണാതെയല്ല, കണ്ടിട്ടും കാണാതെ പോലെ നടിക്കുന്നതാണ്. എന്നിട്ട് ആരോപണങ്ങൾ അങ്ങ് ഉന്നയിക്കുകയാണ്. എന്തിന് എന്ന ഒറ്റ ചോദ്യം മാത്രം. കാരണം സുഡാപ്പികൾക്ക് വർഗീയത മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് അതിന്റെ ഉത്തരവും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.